ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊരു ഇറ്റാലിയൻ ഐറ്റമാണ്. ഐറ്റത്തിന്റെ പേര് ലസാനിയ. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം. പെട്ടെന്ന് തന്നെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് മാക്രോണി. ഇത് ഏത് ഷേപ്പിലുള്ളത് വേണേൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 2 തക്കാളി, 200 ഗ്രാം മിൻസ്ഡ് ബീഫ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കാപ്സിക്കം കൊത്തിയരിഞ്ഞത്, ഗാർണിഷ് ചെയ്യാനായിട്ട് പാഴ്സ്ലി ലീവ്സ് വേണം. അത് നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സവോള ഫുള്ളായിട്ട് കൊത്തിയരിഞ്ഞത്, പിന്നെ വേണ്ടത് 1/4 കപ്പ് നമ്മുടെ ടൊമാറ്റോ സോസ്, നല്ല റെഡ് വൈൻ 1/2 കപ്പ്. ഇത്രയാണ് ഒരു സെക്ഷന് വേണ്ടത്. ഇനി നമുക്ക് വൈറ്റ് സോസ് സെപ്പറേറ്റ് ഉണ്ടാക്കണം. 1/4 കപ്പ് പാല്, 200 മില്ലി ക്രീം ചീസ്, 150 ഗ്രാം മൊസറല്ല ചീസ്, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1 പീസ് ജാതിക്ക. അത് നമുക്ക് അരച്ചിടാനുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് തക്കാളി ഇട്ടിട്ട് പുഴുങ്ങണം. ഇത് ഏകദേശം നമ്മൾ തൊലിയൊക്കെ വിട്ടുപോരും. അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ നിന്ന് തക്കാളി നമുക്ക് എടുക്കാം. എന്നിട്ട് ഇത് തൊലി മാറ്റി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കും. അപ്പൊ തന്നെ മറ്റേ അടുപ്പത്ത് ഒരു ശകലം ഒലിവ് ഓയിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഈ ഒലിവ് ഓയിലിന്റെ കാര്യം. ഏത് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ എന്തോ ഓയിൽ ഒഴിക്കാം. ആ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോള ഇടാം. ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് മുഴുവൻ ഇടാം. ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ക്രഷ്ഡ് ചില്ലി, ചെറിയ തീയിലായിട്ട് അതൊക്കെ ചെയ്യേണ്ടത്, കരിഞ്ഞു പോകും. കഴുകി വെച്ചിരുന്ന ബീഫ് ഇതിനകത്തേക്ക് ഇടാം. ഈ പാകത്തിന് ഉപ്പിടാം. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ റെഡ് വൈൻ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. റെഡ് വൈൻ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ആപ്പിൾ സിഡർ വിനീഗർ ഒഴിക്കുകയും ചെയ്യാം. പക്ഷെ ഇതാണ് ഇതിന്റെ നല്ലൊരു ഫ്ലേവർ ഒക്കെ വരിക. വീണ്ടും നമുക്കൊരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഈ പാസ്ത ഇടാം. അത് ഫുള്ളായിട്ട് വേവട്ടെ. ഇവിടെ നമ്മുടെ മിൻസ്ഡ് ബീഫ് നമ്മുടെ റെഡ് വൈനിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് അരച്ചു വെച്ച ഈ ടൊമാറ്റോ പേസ്റ്റ് ഇടാം. നമുക്ക് ബോട്ടിലിൽ വേണമെങ്കിൽ റെഡിമെയ്ഡുള്ള ടൊമാറ്റോ പ്യൂരി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. മിൻസ്ഡ് ബീഫ് നന്നായിട്ടൊരു 1/4 ഭാഗത്തേക്കാൾ കൂടുതൽ വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഈ കാപ്സിക്കം ഇട്ട് കൊടുക്കാൻ പോവാണേ. കാപ്സിക്കം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഈ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ നമ്മുടെ പാസ്ത വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളിനി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോവാണ്. എടുത്തു വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ ബട്ടർ ചെറിയ ചൂടിൽ ചെയ്യണം. ഇതൊന്ന് നന്നായിട്ട് ബട്ടർ ഉരുകി ചേർന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ സെയിം അളവ് 2 ടേബിൾ സ്പൂൺ മൈദ ഇടുകയാണ്. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇങ്ങനെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. കണ്ട ഇതിന്റെ പരുവം നിങ്ങൾ കണ്ടല്ലോ, നല്ല ലിക്വിഡ്, കട്ട കുത്തി പോകും തീ കൂട്ടിയായിട്ട്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പാലൊഴിക്കാൻ പോവാം. എന്നിട്ട് ഈ ജാതിക്ക ഇതിനകത്തേക്ക് പതുക്കെ 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 ഒരച്ചരച്ച് അതിനകത്തേക്ക് ഇടാം. ഇതാണ് ഇതിന്റെ നല്ലൊരു ഫ്ലേവർ കൊടുക്കണം. അപ്പൊ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ലസാനിയ റെഡിയാക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ട നമ്മൾ എടുത്തു വെച്ചിരുന്ന നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ക്രീം ചീസ് ഒഴിക്കുക. നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ബട്ടർ വെട്ടാം. കുറച്ച് ഹൈറ്റ് വേണം, എന്നാലേ നമുക്ക് ലെയർ ലെയറായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഈ മീറ്റ് വിത്ത് ഇതൊരു തിൻ ലെയറായിട്ട് വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാസ്ത ഇടാം, ഈ നമ്മുടെ മാക്രോണി ഇടാം. ചീസിൽ മൊസറല്ല ചീസ്, വൈറ്റ് സോസും
ക്രീം ചീസും എഗ്ഗും കൂടി ഇട്ടത് ആ മിക്സ്ചർ ഇടാം. പാഴ്സ്ലി ലീവ്സ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ലീവ്സ് ഇടാം കേട്ടോ. ഇതൊരു ലെയർ ഇടാം. മാക്കറോണി ഇടാം. നമ്മൾ വേവിച്ചത് കൃത്യമായിരുന്നു. അത് കഴിഞ്ഞ് ഈ സോസും. ഇനി നമ്മൾ നല്ല ലാവിഷായിട്ട് ഈ ചീസിടാം. എന്നിട്ട് നമുക്കിനി ഓവനിൽ വെച്ച്, ഇപ്പം ഈ സമയത്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓവൻ 190 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തോ കേട്ടോ. 190 to 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മളത് വെക്കുകയാണ്. നല്ല ചൂടുണ്ട്. നമുക്കിതൊരു 25 മുതൽ 30 മിനിറ്റ് വരെ വേവിക്കാം. ഇനി അവൻ ഇല്ലാത്തവര് ഇങ്ങനത്തെ ഒരു പഴയ നോൺ സ്റ്റിക്കിന്റെ വലിയ പാത്രം ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ പാത്രം വെക്കാം. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് മീഡിയം ഹീറ്റില് 25 മുതൽ 30 മിനിറ്റ് വരെ ചൂടാക്കാം. ലസാഞ്ഞ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ലസാഞ്ഞ റെഡി ആയി വന്നിട്ട് കേട്ടോ. അപ്പൊ ടേസ്റ്റിംഗ് സെഷൻ. ഓക്കെ, ടേസ്റ്റ് ഓഫിനാണ് കടന്നു വരൂ. ഇങ്ങനെ നല്ല വലിയ പീസാണ് ആയിക്കോട്ടെ, ചെറിയ പീസ് ലെയർ ലെയർ വന്നേക്കണുണ്ടോ? എന്താണ് അതും പഠിച്ചാ? ഇറ്റാലിയനും പഠിച്ചാ? എന്റെ ദൈവം, എപ്പോ പഠിക്കല്? വളരെ നല്ല സ്വാദുള്ള ഭക്ഷണം. അത് ശരി. ഓ, അതിന്റെ അർത്ഥമാണല്ലേ? വെരി ഗുഡ്. അല്ല, കാര്യം പറ. സൂപ്പർ ആയിരുന്നല്ലേ? ഒത്തിമോശം പോകുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞ കാരണം എന്താ? ഇത് നല്ല ബട്ടറിന്റെ മണമുണ്ട്, മൊസറല്ല ചീസ് ഉണ്ട്, പിന്നെ കെച്ചപ്പിന്റെ ചെറിയൊരു പുളിയും മധുരമുണ്ട്, വൈനിന്റെ മണമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എല്ലാവരും തന്നെ മറന്നോളൊരു കാര്യമാണ്, ബെല്ലൈക്കൺ ഞെക്കിയാലേ ഞങ്ങളുടെ വീഡിയോസ് പിടിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അടുത്തൊരു വീഡിയോ ഇറങ്ങണ വരെ ബൈ.